പവിത്രൻ സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ ശ്രീകാരൻ ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വേദയെ കാണുന്ന ശ്രീനി സാർ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല ഇരിക്കുന്നില്ല, അതിനൊന്നും നേരമില്ല, ഞാനൊരു കാര്യം പറയാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനി സാർ എന്താണെന്ന് ചോദിക്കുകയാണ്. അത് സാറേ, വിക്രം ഒരു മോഷണക്കേസിൽ ജയിലിലാണെന്ന് പറയുകയാണ്. മോഷണക്കേസിൽ നമ്മുടെ വിക്രമോ എന്ന് ചോദിക്കുന്നുണ്ട് സാറ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ, വിക്രമിനെ അറിയാവുന്ന ആരും തന്നെ അത് വിശ്വസിക്കുന്നില്ല. അതൊരു കള്ളക്കേസാണ്, ആരോ കുടുക്കിയതാണെന്ന് പറയുകയാണ്. അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പോലീസ് കൊണ്ടുപോയിരിക്കുന്നതെന്നും വേദ പറയുന്നുണ്ട്. ഇതാരാണ് ചെയ്തതെന്നും എനിക്കറിയാമെന്ന് വേദ പറയുമ്പോൾ സാറ് അതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ ലോക്കപ്പിൽ കിടക്കുന്നതാണ്. ലോക്കപ്പിലേക്ക് SI ചെല്ലുന്നുണ്ട്. എന്നിട്ട് അടിക്കാൻ വേണ്ടി SI ലാത്തി കൊണ്ട് ഓങ്ങുമ്പോൾ വിക്രം തടുക്കുന്നുണ്ട്. സാറേ, ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ എപ്പോഴും കുറ്റം ചെയ്തിട്ടാണ് ഇവിടെ കയറാറുള്ളത്, പക്ഷേ ഈ തെറ്റ് ഞാൻ അറിഞ്ഞതല്ല, എന്നെ അടിക്കരുതെന്ന് സാറിനോട് പറയുന്നുണ്ട്. പക്ഷേ SI വിക്രമിൻ്റെ വയറ്റിലോട്ടൊരു ചവിട്ടങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി പെരുമാറുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രീകാരൻ ശ്രീനിവാസനും അയാളുടെ ആളുകളും അഭിലാഷിനെ കൊണ്ടുവന്നിട്ട് അടിക്കുന്ന സീനാണ് കാണിക്കുന്നത്. ശ്രീനി സാറ് ചോദിക്കുന്നുണ്ട്, എടാ നീയല്ലടാ അത് ചെയ്തത്, സത്യം പറയടാ എന്ന് പറയുന്നുണ്ട്. അടികൊണ്ട് അവശനായ അഭിലാഷ്, ഞാൻ പറയാം, എന്നെ ഇനി അടിക്കരുതെന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഞാനാണ് ചെയ്തത്, ഭണ്ഡാരം മോഷ്ടിച്ചത് ഞാനാണ് എന്ന് പറയാണ്. അപ്പോൾ ശ്രീനി സാറ് ചോദിക്കുന്നുണ്ട്, ആണോ, എന്നിട്ട് നീ അതെന്താടാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. ഓഹോ, അപ്പോൾ നീ അത് ഒളിപ്പിച്ചിട്ടുണ്ടാവും, എന്നിട്ട് അത് പോലീസിന് ഒറ്റ കൊടുത്തിട്ടും ഉണ്ടാവും അല്ലേടാ എന്ന് ശ്രീനി സാറ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, അതെ, പോലീസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെച്ച സ്ഥലം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നീ എൻ്റെ വിക്രമിനെ കൊടുക്കാനാണല്ലടാ നീയും നിൻ്റെ പോലീസും ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് അഭിലാഷിനെ നന്നായി പെരുമാറുന്നുണ്ട്. ഇതിനിടയിൽ അഭിലാഷ് അമ്പലത്തിൽ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. വിക്രമും വേദയും ഭജനയിരിക്കുന്ന അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് അഭിലാഷ് അവരറിയാതെ അമ്പലത്തിനുള്ളിൽ കയറുകയാണ്. എന്നിട്ട് അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഭണ്ഡാരപ്പെട്ടി മോഷ്ടിച്ചുകൊണ്ട് വരികയാണ്. അതാണ് സംഭവിച്ചത് എന്ന്, അതൊരു പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നും ശ്രീനി സാറിനോട് പറയുന്നുണ്ട്. ഇതാര് പറഞ്ഞിട്ടാണ് നീ ചെയ്തതെന്ന് ശ്രീനി സാറ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാരും പറഞ്ഞിട്ടല്ല, അവൻ 1-2 വട്ടം എൻ്റെ അടുത്ത് ചൂടായിട്ടുണ്ട്, എന്നെ അടുത്ത് തല്ലുകൂടാൻ വന്നിട്ടുണ്ട്, അതിനുള്ള പ്രതികാരമായി ഞാൻ ചെയ്തതാണെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. അപ്പോൾ നീ ആണാണെങ്കിൽ നേരിട്ട് മത്സരിക്കണം, അല്ലാതെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് ആക്രമിക്കുകയല്ല വേണ്ടതെന്ന് ശ്രീനി സാറ് പറയുമ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, അവനെ നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സാറേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒളിഞ്ഞു നിന്ന് ചെയ്തതെന്ന് പറയാണ്. അപ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, ആഹാ, അപ്പം നിനക്കറിയാലേ, അവനെ കൊണ്ട് ഏറ്റുമുട്ടാൻ പറ്റില്ലെന്ന് നിനക്കറിയാലേ എന്ന് പറഞ്ഞ് അടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. SI സാബു പോലീസുകാരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ ആ വിക്രമിനെ ഇങ്ങ് പുറത്തിറക്ക്, നമുക്ക് അവനെയും കൂട്ടി തൊണ്ടി മുതലെടുക്കാൻ വേണ്ടി പോവാ എന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, സാറേ എന്ത് കീറിയത്, അവൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നെല്ലാം ചോര വരുന്നുണ്ട്, ഇത്രയും വേണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ സാബു സാറ് പറയുന്നുണ്ട്, അവനും കൂടി ഇതൊക്കെ ഒന്ന് അനുഭവിക്കട്ടെടാ, അവൻ ഒരുപാട് ആളെ ഇങ്ങനെ അടിച്ചിട്ടുള്ളതല്ലേ, ഒരുപാട് ആളുകളെ അടിച്ചിട്ടുണ്ട്, അപ്പോൾ അവരനുഭവിച്ച വേദന എന്താണെന്ന് ഇവന് കൂടി ഒന്ന് അറിയട്ടെ എന്ന് പറയാണ്. പിന്നീട് വിക്രമിനെ ലോക്കപ്പിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നുണ്ട് തെളിവെടുപ്പിന് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ വിക്രമിൻ്റെ വായിൽ നിന്നും ഒക്കെ ചുണ്ടിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട്. വിക്രം അത് തുടച്ചുകൊണ്ട് സാബു സാറിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ സാബു സാറ് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് സാറിൻ്റെ ഈ ഫോട്ടോ ഇങ്ങനെ ഒന്ന് എടുത്തു വെച്ചോളൂ, സാറിൻ്റെ ഭാര്യയ്ക്കും മകൾക്കും കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് സാബു സാറിനെ സൂക്ഷിച്ച് നോക്കുകയാണ് വിക്രം. പിന്നീട് വിക്രമിനെയും കൊണ്ട് പോലീസ് തൊണ്ടി മുതലെടുക്കാനായിട്ട് അമ്പലത്തിനടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ വിക്രമേ, നീ പോയി എവിടെയാണ് ഭണ്ഡാരപ്പെട്ടി ഒളിപ്പിച്ചതെന്ന് വെച്ചാൽ ഇതെടുക്ക്, നീ ശ്രീകാര്യൻ ശ്രീനിവാസൻ്റെ വലങ്കയ്യാണെന്നൊന്നും നാട്ടുകാർ നോക്കത്തില്ല, അവരുടെ കയ്യിൽ കിട്ടിയാലേ നിന്നെ തകിട് പൊടിയാക്കും എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഓ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഒളിപ്പിച്ച് വെച്ച ആൾ നിങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇനി അത് ഞാനും നിങ്ങളും ചേർന്ന് അങ്ങ് എടുക്കും, എന്നിട്ട്
ഞാൻ തൊണ്ടി മുതൽ കയ്യോടെ പിടിച്ചെന്ന് പറയും. ഇതല്ലേ നിങ്ങൾ തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് എന്ന് ചോദിക്കുകയാണ് വിക്രം. കേൾക്കുന്ന എസ് ഐ ദേഷ്യത്തോടെ വിക്രമം വലിച്ചുകൊണ്ട് അങ്ങ് കുറച്ച് ഉള്ളിലേക്ക് അങ്ങ് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ഈ പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഭണ്ഡാരപ്പെട്ടി ഇങ്ങ് എടുക്കുക എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ സാറിനറിയാം ഇത് ഇവിടെയാണ് ഒളിപ്പിച്ചിട്ടുള്ളതെന്ന്. എങ്കിൽ എനിക്ക് സാറിന് തന്നെ എടുത്തൂടെ, എന്തിനാ ഞാൻ എടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രമിനെ പോലീസുകാരൻ പിടിച്ചങ്ങ് തള്ളുകയാണ്. എന്നിട്ട് മറ്റുള്ളവരോട് പറയുന്നുണ്ട്, ആ നിങ്ങളത് തിരഞ്ഞെടുക്ക് എന്ന് പറയാണ്. പക്ഷേ പോലീസുകാർ അവിടെ തിരഞ്ഞിട്ടും ഭണ്ഡാരപ്പെട്ടി കാണുന്നില്ല. ഇത് കാണുന്ന വിക്രം ചിരിച്ചുകൊണ്ട് എസ് ഐയോട് പറയുന്നുണ്ട്, എന്താ സാറേ സ്ക്രിപ്റ്റ് ഒന്ന് പാളിയോ, അതോ ട്വിസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം. ഈ സമയം ശ്രീകാരം ശ്രീനിവാസിൻ്റെ വണ്ടി അങ്ങോട്ട് വരികയാണ്. അതിൽ നിന്നും ശ്രീകാരം ശ്രീനിവാസിനും ആളുകളും ഇറങ്ങുന്നുണ്ട്. ശ്രീനി സാറിൻ്റെ കൂടെ വേദയും കൂടി അങ്ങോട്ട് വന്നിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സാർ ചോദിക്കുന്നുണ്ട്, എന്താടാ വിക്രം നിന്നെ ഇവർ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പോലീസുകാരൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, കട്ടവനെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ യൂണിഫോം എല്ലാം ഊരി വെച്ച് വല്ല പറമ്പും കിളക്കാൻ പോയിക്കൂടെ സാബുമോനെ എന്ന് എസ് ഐയെ നോക്കിയിട്ട് ശ്രീനി സാറ് ചോദിക്കുകയാണ്. എന്തായാലും നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ശ്രീനി സാറ് പറയുന്നുണ്ട്. അപ്പോൾ എസ് പറയുന്നുണ്ട്, ഓ എന്താ എന്നെ സ്ഥലം മാറ്റുമായിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, ഇല്ല അത് ഞാൻ ചെയ്യത്തില്ല. ഇവൻ ഇറങ്ങുമ്പോൾ കളിക്കാൻ സെക്കൻഡ് ഹാഫിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് പോസ്റ്റിൽ താനും വേണ്ടേ, അതുകൊണ്ട് ഞാനത് ചെയ്യത്തില്ല എന്ന് പറയാണ്. എടാ അവനെ ഇങ്ങോട്ട് ഇറക്ക് എന്ന് ശ്രീനി സാറ് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ നിന്നും അഭിലാഷ് ഭണ്ഡാരപ്പെട്ടിയും പിടിച്ച് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കോളറിന് പിടിച്ച് ശ്രീനി സാറ് പറയുന്നുണ്ട്, ഇതാ ഇവനാണ് ഭണ്ഡാരപ്പെട്ടി മോഷ്ടിച്ചത്. ഇവനെ കൊണ്ടുപോയി എളുപ്പം ഇറങ്ങാൻ പറ്റുന്ന ഒരു കേസും ചാർജ് ചെയ്ത് എങ്ങ് വെച്ചേക്ക് എന്ന് പറയുകയാണ് ശ്രീനി സാറ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവൻ വിക്രമിനെ അകത്താക്കാൻ വേണ്ടി അവനും അവൻ്റെ സാറന്മാരും ചേർന്ന ഒരു കെണിയാണ് ഇതെന്ന് അവൻ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞേക്കും എന്ന് പറയുകയാണ്. വിക്രം നീ വേദയും കൂട്ടി അങ്ങ് പോകാൻ നോക്ക്, വീട്ടിലേക്ക് ചെല്ലുമെന്ന് പറയാണ് ശ്രീനി സാറ്. വിക്രം എസ് ഐനെ ഒന്ന് തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദയും കൂട്ടി ബൈക്ക് എടുത്ത് പോവുകയാണ്. ശ്രീനി സാറും അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ വിനായകൻ വേദയുടെ ജ്യേഷ്ഠനായ ശ്രീക്ക് വിളിക്കുന്നുണ്ട്, അതെ സാറേ ഇത് ഞാനാണ് വിനായകൻ. ആ എന്താടോ എല്ലാം സെറ്റിലായില്ലെന്ന് പറയാണ്. ഇല്ല സാറേ എല്ലാം പാളിപ്പോയി. ആ അഭിലാഷ് അവിടെ പോലീസുകാർ തൊണ്ടിമുതലെടുക്കാൻ പോയപ്പോൾ ഒരു തൊണ്ടിമുതലുമില്ല, ഒരു പൊടി പോലുമില്ല. അത് അവരവിടെ എത്തുന്നതിന് മുൻപ് ശ്രീനിവാസൻ അഭിലാഷിനെ പൊക്കി അത് എടുത്തുകൊണ്ട് പോയി എന്ന് പറയാണ്. അപ്പോൾ ശ്രീനി ഞെട്ടുന്നുണ്ട്. താൻ എന്താടോ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, അതെ സാറേ അതെ വിക്രമിന് വേദനിച്ചാലേ ശ്രീകാര്യൻ ശ്രീനിവാസിന് പൊള്ളും, അതാണ് അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയാണ്. ഇനി ഇതിന് പിറകിൽ ഞാനാണെന്ന് സാർ ആരോടും പറയരുത് കേട്ടോ എന്ന് വിനായകൻ പറയാണ്. വിക്രമങ്ങാനം അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജ്യേഷ്ഠനാണെന്ന് ഞാനെന്നൊന്നും അവൻ നോക്കത്തില്ല, കൊന്നു കളയും എന്ന് പറയുകയാണ് വിനായകൻ. കേൾക്കുന്ന ശ്രീനി ചിരിച്ച് ചോദിക്കുന്നുണ്ട്, എടോ ഞാനും ഇതിൻ്റെ ഉണ്ടെന്ന് താൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, ആ അത് അഭിലാഷിനെ അറിയാം, താനും താൻ്റെ സാറിൻ്റെ അച്ഛനുമാണ് ഇതിന് പിറകിലെന്ന് അഭിലാഷിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീനി ചോദിക്കുന്നുണ്ട്, എന്തും പൊട്ടത്തരമാടോ താനീ കാണിച്ചത്, അവനതെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലടോ, ഒരു അമ്പലത്തിൻ്റെ ഭണ്ഡാരം മോഷ്ടിക്കാൻ ഒരു ജില്ലാ ജഡ്ജി പറഞ്ഞിട്ടാണ് ഇതിന് ചെയ്തതെന്ന് പറയുമ്പോൾ അത് നാണക്കേടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, ഇല്ല സാറേ അത് നമുക്ക് പുറത്ത് വരാതെ നോക്കാം, ആ എസ് ഐക്കും അഭിലാഷിനും കുറച്ച് പണം കൊടുത്താൽ അവരെ കൊണ്ട് അങ്ങനെ സെറ്റിലാക്കി നമുക്കത് പറയാതിരിക്കാൻ വേണ്ടി അവരോട് ശ്രമിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, ഓക്കെ എന്നാൽ താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, ഞാൻ എത്ര ക്യാഷാണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ തരാം എന്ന് പറയുകയാണ്. പിന്നീട് വേദയും വിക്രമും വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. എല്ലാവരും തന്നെ ഉമ്മറത്തേക്ക് വരികയാണ് ഇവരെ കണ്ടിട്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അമ്മേ വിക്രമല്ല മോഷ്ടിച്ചത് ആരാണെന്ന് തെളിഞ്ഞു. പിന്നീട് വേദ മാഷിനെ നോക്കിക്കൊണ്ട് പറയുന്നത്, ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നറിഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള മനസ്സാണ് വേണ്ടത്, അതാണ് വേണ്ടതെന്ന് പറയുകയാണ്.
ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വിക്രമാണ് മോഷ്ടിച്ചതെന്ന് തെളിഞ്ഞാൽ ആ വഴിക്കങ്ങ് പോയിക്കോളാനല്ലേ പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ വിക്രമല്ല മോഷ്ടിച്ചതെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വീട്ടിലിനി കയറാലോ എന്ന് വേദ മാഷിനോട് ചോദിക്കുകയാണ്.